പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം നമ്മൾ ഇപ്പോൾ എവിടെയാണ് ഉള്ളതെന്നത്. അത് അസർബൈജാനിലെ ബാക്കുവിലാണ് ഞങ്ങളുള്ളത്. ഇവിടെ നിന്നുള്ള മനോഹരമായ വീഡിയോയുമായി ഞാൻ നിങ്ങളേക്ക് മുന്നിലേക്ക് എത്തുകയാണ്. ഹാരിസ് സോണറ്റ്, ഹാരിസ് അബ്ദുള്ള. അസർബൈജാനിലെ ആദ്യത്തെ പ്രഭാതമാണ് ഇന്ന്. കാലത്ത് തന്നെ എഴുന്നേറ്റു, പ്രഭാത കർമ്മങ്ങളൊക്കെ കഴിഞ്ഞു. പെട്ടെന്ന് തന്നെ ഒരുങ്ങി താഴേക്ക് ആൾക്കാർ നമ്മുടെ കൂടെയുള്ളവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടത്തേക്ക് പോകാനുള്ള ഒരു തിരക്കിട്ട ഒരു ഒരുക്കത്തിലാണ്. ഇത് നമ്മുടെ സിദ്ദീഖ് ഭായിയാണ്. സിദ്ദീഖ് ഭായിയുടെ വളരെ പ്രധാനമായിട്ടുള്ള എന്തോ ഒരു വലിയൊരു ക്ലാസ് നടക്കുകയാണെന്ന് തോന്നുന്നുണ്ട്. ഞാനൊരു വീഡിയോൻ്റെ ഈ ഒരു എടുക്കുന്നതിൻ്റെ തിരക്കിലായതുകൊണ്ട് വേണ്ടത്ര ക്ലാസ് എനിക്ക് കേൾക്കാൻ പറ്റിയില്ല. ഞാൻ ആഗ്രഹിക്കുന്നത് ഇവിടെയുള്ള കുറേ ഹോട്ടലിൻ്റെയും അതുപോലെ കുറേ കാര്യങ്ങളൊക്കെ ഒന്ന് വീഡിയോയിലേക്ക് എടുക്കുക എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് ക്ലാസ് എനിക്ക് സിദ്ദീഖ് ഭായിനെ കേൾക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കേട്ടവരെനിക്ക് എന്തായാലും പിന്നീട് വണ്ടിയിൽ വെച്ച് പറഞ്ഞു തരുമെന്ന് വിചാരിക്കാം. നല്ല തണുപ്പല്ലേ? ഇങ്ങനെ നമ്മൾ രാവിലെ സമയം 7 മണി 7:30 മണി കേട്ടോ. ഇവിടെ ശരിക്കും സൂര്യൻ ഉദിച്ചിട്ടില്ല. 7:30 മണി. നമ്മളിങ്ങനെ രാവിലെ തന്നെ എല്ലാവരും കൂടി ഇറങ്ങിയിട്ടുണ്ട്. ഡ്രൈവർ പറഞ്ഞത്ര നമ്മൾ ഹോട്ടലിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തു. കാരണം വെച്ചാൽ അവിടെ നിന്ന് ഒരു 8-8 മണിയാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയാൽ. ഇപ്പോൾ സമയം 7:30 മണി. ആ ബ്രേക്ക്ഫാസ്റ്റിന് കഴിച്ച് നമ്മൾ ഇവിടുന്ന് ഒരു പുറപ്പെടുമ്പോൾ കുറേ ലേറ്റ് ആവും. ഇപ്പോൾ തൽക്കാലം നമുക്ക് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ചെറിയ എന്തെങ്കിലും സാധനങ്ങൾ ഇവിടുന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാമെന്ന് വെച്ചിട്ട് ഇവിടെ കയറിയാണ്. അടുത്തുള്ള ഇതാണ് സൂപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിലെ അവസ്ഥകൾ. ഇത് ഇവിടെയും ജോർജിയയിലെ പോലെ തന്നെ ഇവിടെയും ഇഷ്ടംപോലെ കിട്ടും. ഇസ്ലാമിക രാജ്യമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കുപ്പികൾ വിപുലമായിട്ട് സൂപ്പർ മാർക്കറ്റുകളിൽ കിട്ടുന്ന സ്ഥലം തന്നെയാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ബേക്കറി ഐറ്റംസും കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ ഉണ്ടാവും. What is name this one? Name? So. പ്രായമായ ആളുകൾ രാവിലെ തന്നെ ഇവിടെ വന്നിട്ട് ബേക്കറിയിലെ പാക്കിങ്ങും കാര്യങ്ങളും അതുപോലെ തന്നെ ട്രയൽ സെറ്റ് ചെയ്യുന്ന ജോലിയൊക്കെ ഇവർ ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് ജോലിയിൽ സ്ത്രീകൾ ഒരുപാട് പേര് ഇവിടെ ജോലി ചെയ്യുന്നവരാണ് മിക്കവരും. അങ്ങനെ ഞങ്ങൾ ചെറിയ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വണ്ടിയിലേക്ക് കയറിയാണ്. വണ്ടി വന്നു. ഇന്ന് പോകുന്നത് മഞ്ഞുമലകൾ തേടിയുള്ള ഒരു യാത്രയാണ്. അവിടത്തേക്കാണ് ഷഹദാഗ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് യാത്ര. ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ടെന്നാണ് പറഞ്ഞത്. നമ്മൾ ബാക്കുന്ന് ഇപ്പം നമ്മൾ പോകുന്ന ഡെസ്റ്റിനേഷനിലേക്ക് ഷഹദാഗിലേക്ക് 3.5 മണിക്കൂർ ഇപ്പം മാപ്പിൽ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മളവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിന്നാൽ പിന്നെയും താമസിക്കും. ഇവിടെയാണ് ബാക്കു. ഇവിടെ നിന്നാണ് നമ്മളിങ്ങനെ യാത്ര പോകേണ്ടത്. അതിനിടയിൽ വഴിയിൽ കുറച്ച് റെസ്റ്റ് എടുക്കലും ഭക്ഷണം കഴിക്കലും ബാത്റൂം പോക്കൊക്കെ നടക്കുകയാണെങ്കിൽ പിന്നെയും താമസിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ രാവിലെ തന്നെ വേഗം പുറപ്പെട്ടത്. ഇതാണ് ഷഹദാഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ ഇപ്പോൾ അവിടെ മറ്റേ റഷ്യൻ്റെ ബോർഡറിനെ അടുപ്പിച്ചായി കേട്ടോ. ഈ കാണുന്നത് ഷഹദാഗ്. ഈ ഇപ്പുറത്തുള്ളത് റഷ്യയാണ്. 338 കിലോമീറ്ററാണ് ഷഹദാഗിൽ നിന്ന് റഷ്യയിലേക്കുള്ള ദൂരം. രാവിലെ 8 മണിയോട് അടുത്ത സമയം. എന്നിട്ടും സൂര്യൻ എവിടെയും കാണാനില്ല. മൊത്തം ഒരു മൂടൽ മഞ്ഞാണ്. ഓക്കെ, നമ്മളങ്ങനെ യാത്ര പുറപ്പെട്ടു. റോഡ് രാവിലെ തന്നെ നല്ല തിരക്കാണ്. നമ്മൾ രാവിലെ കുറച്ച് തിരക്ക് കുറയുന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു യാത്രയ്ക്ക് തുടക്കം കുറിച്ചത്. പക്ഷേ നല്ല തിരക്ക് റോഡിൽ കാണാനുണ്ട്.
കുറേ ഓടിയതിന് ശേഷം ഞങ്ങളെന്തെങ്കിലും ചെറുതായി കഴിക്കണം, ഒരു ചായയൊക്കെ കുടിക്കണം എന്ന് വിചാരിച്ചിട്ട് ഒരു സ്ഥലത്ത് നിർത്തിയാണ്. ചായ കുടിയൊക്കെ കഴിയും. നല്ല തിരക്കുള്ള സ്ഥലമാണ് ഇത്. നല്ല ഹൈവേ ആണെന്ന് തോന്നുന്നുണ്ട്. ഇഷ്ടംപോലെ വാഹനങ്ങൾ ഇതിലൂടെ പോകുന്നുണ്ട്. നമ്മുടെ ഇപ്പം അസർബൈജാനിൽ ഇന്നത്തെ ഫസ്റ്റ് ഡേ ആയിരുന്നു. രാവിലെ 9 മണിക്ക്, ഇപ്പോൾ സമയത്ത് ഇപ്പം 9:30 മണിയായി. ഒരു ടൂറിസ്റ്റ് പ്ലേസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൂടെയുള്ളവരൊക്കെ ഇതാണ്. നമ്മൾ ഷഹദാഗിലേക്ക് എത്താനായിരിക്കുന്നു. കണ്ടില്ലേ, മുന്നിൽ കാണുന്ന കംപ്ലീറ്റ് മഞ്ഞ് കൊണ്ടുള്ള മലകളാണ്. മലകൾ മഞ്ഞ് പ്രേമികളുടെ ഒരു പ്രധാന കേന്ദ്രം തന്നെയാണ് ഈ സീസൺ നമ്മളിവിടെ. ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പോവാം. അതിന് ഓരോന്നിനും പൈസയൊക്കെയാണ്. നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇവിടത്തേക്ക് ഏകദേശം 221 കിലോമീറ്റർ നമ്മൾ യാത്ര ചെയ്തു. അതിനിടയിൽ 1-2 സ്ഥലങ്ങളിൽ ഞങ്ങൾ റെസ്റ്റൊക്കെ എടുത്തു. ശരിക്കും ഒരു 3.5-4 മണിക്കൂർ നമ്മൾ ഇവിടത്തേക്ക് എത്താൻ വേണ്ടി യാത്ര ചെയ്യാൻ വേണ്ടി ഇവിടെ സമയമെടുത്തു എന്നുള്ളതാണ്. ബാക്കി ഇനിയുള്ളത് കംപ്ലീറ്റ് മഞ്ഞ് മലയിലൂടെയുള്ള ഒരു യാത്രയായിരിക്കും. നമ്മുടെയൊക്കെ ജോർജിയയിൽ നമുക്ക് ഇത്ര കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അന്നത്ര മഞ്ഞും കാര്യങ്ങളൊന്നും ജോർജിയയിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. തീർച്ചയായിട്ടും ആ ഒരു കടം കൂടി ബാക്കിയുണ്ട്. അത് നമുക്ക് എന്തായാലും അസർബൈജാനിലൂടെ തീർക്കാം. സൂര്യൻ്റെ വെളിച്ചം ആ മഞ്ഞിലേക്ക് തട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു വെട്ടിത്തിളക്കം കാണുന്നല്ലേ. ആ 2 ദൃശ്യങ്ങളും ഞാൻ ഒരുമിച്ച് കാണാം. എൻ്റെ ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയും ഓൺ ചെയ്തുകൊണ്ടാണ് ഞാനിപ്പോൾ നടക്കുന്നത്. ഇത് നമ്മുടെ സ്വന്തം യാസർക്ക. യാത്രയിലൊക്കെ നല്ല രസമാക്കി വന്നിട്ടുണ്ടായിരുന്ന യാസർ ഖാൻ്റെയും സിദ്ദീഖിൻ്റെയും അതുപോലെ തന്നെ സലീം ഖാൻ്റെ ഒക്കെ സംസാരങ്ങളും ഒരുപാട് വിഷയങ്ങളൊക്കെ ആയിട്ട് നല്ല രസകരമായിരുന്നു. ഒരു 3 മണിക്കൂർ നമ്മൾ ഇവിടത്തേക്ക് യാത്ര ചെയ്യുമ്പം ആരും വണ്ടിയിലൊന്നും ഉറങ്ങുമോ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റു ബോറടിക്കോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ ഇവിടുന്ന് ഒന്ന് ബാത്റൂമിലൊക്കെ ഒന്ന് ഫ്രഷ് ആവണം. മാത്രമല്ല പിന്നെ ടിക്കറ്റ് എടുക്കണം. അപ്പോൾ അതിൻ്റെ ചാർജും കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് ഏതൊക്കെയാണ് ക്ലബ് കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ആക്ടിവിറ്റീസുകൾ ഇവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. സ്കൈയിങ്ങിനും അതുപോലെ തന്നെ സ്നോ ബോർഡിങ്ങും ഒക്കെ നടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ചാർജും കാര്യങ്ങളും അറിയണം. രാവിലെ തന്നെ ഇവിടെയുള്ള വഴിയോര കച്ചവടക്കാരൊക്കെ സജീവമായി ഉണ്ടല്ലേ. ശരിക്കും പറഞ്ഞാൽ ഉപ്പുമായിരുന്നുണ്ട് നിലത്ത് ഇങ്ങനെ നടക്കുന്ന. ശരിക്കും ഒരു ഉപ്പൊക്കെ ചവിട്ടി പോകുന്ന പോലെ തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു പഞ്ചസാര പോലെയോ ഒക്കെയാണ് ഒരു തരിതരിയായിട്ട് നമുക്ക് അനുഭവം കാണുന്നത്. ആദ്യമായിട്ട് ഇങ്ങനൊരു മഞ്ഞ് ഞാൻ നേരിൽ കാണുന്നത്. വീഡിയോയിലൊക്കെ കണ്ടെന്നല്ലാതെ അതിലൂടെ ഒന്ന് ചവിട്ടി നടക്കുന്നതൊക്കെ ആദ്യമായിട്ടൊരു അനുഭവമാണ്. ഇതേ ഞാൻ പറഞ്ഞ സിദ്ദീഖ് ഭായ്, മറ്റേ നമ്മുടെ ഷാനവാസ്ക ടിക്ടോക്കിലൊക്കെ സജീവമായിട്ടുള്ള വ്യക്തിയാണ് കേട്ടോ. നമ്മുടെ മുതിപ്പുറ ടിക്ടോക്കിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എന്തായാലും വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ്. ഈ പടികൾ കയറി പോകുന്നത് ഇതിൻ്റെ മുകളിൽ ഒരു റെയിലുണ്ട്. റെയിലിന് എന്താ പറയുക, ഒരു ട്രെയിൻ പോലുള്ള സംഭവമുണ്ട്. അത് 2 ആൾക്കും പോവാം, ഒരാൾക്കായിട്ടാണ് അങ്ങനെയും പോവാം എന്ന് പറഞ്ഞത്. ഇതിങ്ങനെ ത്രിൽ റൈഡാണ് സംഭവം. മഞ്ഞിലൂടെ ഉള്ള ഒരു റൈഡ്. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് എത്രയാണ് റേറ്റ് എന്നറിയില്ല. എന്തായാലും എത്ര റേറ്റ് ആയി കഴിഞ്ഞാൽ ഇതിൽ കയറാൻ തന്നെ എല്ലാവരും തീരുമാനിച്ചിട്ടുള്ളത്. അതിൽ 1-2 ആൾക്കാർക്ക് ചെറിയൊരു പേടിയെല്ലാം പറയുന്നുണ്ട്. അങ്ങനെയുള്ളവരാണെങ്കിൽ അവർ ഡബിളായിട്ട് പോകാനും ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ബാക്കി ധൈര്യമുള്ളവർ തനിച്ച് പോകാനും. നിങ്ങളെല്ലാവരും സിംഗിളായിട്ട് ഇപ്പോൾ ആരെ എടുക്കും? നിങ്ങൾ വീഡിയോ എടുക്കാം.
ഇതാണ് പറഞ്ഞ കോസ്റ്റർ ത്രിൽ റൈഡർ. എങ്ങനെയായിരിക്കും അനുഭവം എന്നൊക്കെ ഒന്ന് അനുഭവിച്ചെന്നെ അറിയാം. ഇതൊക്കെ യാത്രയിൽ കുറേ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഫസ്റ്റിലത്തെ ട്രെയിനിൽ തന്നെ എന്നെയാണ് ആദ്യം കയറ്റിയത് കേട്ടോ. എൻ്റെ പിന്നിലാണ് ബാക്കിയുള്ളവരൊക്കെ ഉള്ളത്. അങ്ങനെ തുടർന്ന് സംഭവമൊക്കെ പറഞ്ഞു തന്നു. സ്പീഡ് കൂട്ടാനും സ്പീഡ് കുറക്കാനും ബ്രേക്ക് ഔട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അതുകൊണ്ട് സ്പീഡ് കുറക്കുകയോ അല്ലെങ്കിൽ നിർത്തുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കിൽ വന്നിട്ട് എന്നെ ഇടിക്കും കേട്ടോ. ഇതിൽ എൻ്റെ ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറ 2 ക്യാമറ ഓൺ ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. 2 വ്യൂസും ശരിക്കും കറക്റ്റായ സ്ക്രീനിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ റൂട്ടിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെയുള്ള റൂട്ടിൻ്റെ നീളം പറഞ്ഞാൽ 2590 മീറ്ററാണ്. അതുപോലെ തന്നെ 920 മീറ്ററും 1670 മീറ്ററും താഴ്ചയിലേക്കും പോകുന്നുണ്ട്. അങ്ങനെ ഇരട്ട സ്ലൈഡുള്ള 10 സെക്കൻഡ് ഇടവേളയിൽ ഓടുന്ന ഒരു സംഭവമാണ് ഈ റൈഡർ. മണിക്കൂറിൽ 42 കിലോമീറ്ററിലെത്തുന്ന പറയുന്നു. നല്ല മൂർച്ചയുള്ള 9 തിരിവുകൾ ഇതിൽ സംഭവമുണ്ട്. പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കാതെ പെട്ടെന്നായിരിക്കും അത് ട്രെയിനിങ്ങനെ തിരിഞ്ഞു പോവാം. അതങ്ങനെ 9 എണ്ണത്തിന് വരുന്നുണ്ട്. അതിലൊന്ന് 3 ലെവലിലും മറ്റൊന്ന് 2 ലെവലായിട്ട് ഇങ്ങനെ പോവാണ്. നല്ല പേടിയോട് കൂടി പോകുന്ന പറയുന്നത് ആ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. പേടിയുണ്ട്, എന്നാൽ പിന്നെ നല്ലൊരു എന്താ പറയുക, പിന്നെ ഇത് തണുപ്പുമുണ്ട്. തണുത്ത കാറ്റും കൂടി അടിക്കുമ്പോഴേ ഉണ്ടാകുമല്ലാണ്ടാകും. അങ്ങനെ സക്സസ് ആയിട്ട് നമ്മൾ ലാൻഡ് ചെയ്തു. ലാസ്റ്റ് ഇവിടുത്തെ എൻട്രി എടുത്തിരിക്കുന്നു. എന്തായാലും ഈ ഒരു സ്ഥലം കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പ്രത്യേക സ്ഥലം തന്നെയാണ്. മഞ്ഞുകളും അതുപോലെ തന്നെ മഞ്ഞിലുള്ള ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയുള്ള ലോക്കലായിട്ടുള്ള കുറേ കുട്ടികളും ആളുകളൊക്കെ ഫാമിലിയായി വന്നിട്ട് അവർ കുട്ടികളൊക്കെ ഇതിനൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടി വിടുന്ന കാഴ്ചകൾ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്കൊന്നവർക്ക് എല്ലാ ആഴ്ചകളിലും വന്നിട്ട് പ്രാക്ടീസൊക്കെ ചെയ്യുന്ന കുറേ കുട്ടികളൊക്കെ ഉണ്ട്. അതുപോലെ നമ്മളെപ്പോലെ എപ്പോഴെങ്കിലും വരുന്ന ഒരു ടൂറിസ്റ്റുകൾ ഉണ്ട്. അങ്ങനെ ഒരുപാട് ആൾ ഇവിടെയുണ്ട്. ഇത് മണ്ണല്ല കേട്ടോ, ഐസാണ്. ഐസാണ് കേട്ടോ. കേബിൾ കാറിൽ കയറാൻ വേണ്ടി പോവാണ്. ഇവിടെ താഴേക്ക് പോവില്ല.
we are working in Namco. Actually, we are in Kerala. Okay. And we are all people. This the Sundar and all it is there. Our Indians are everywhere in the world. Everywhere. Without India, nothing is possible. Today is the last day. സമയം 1 മണി ഉച്ചക്ക്. അബുദാബിയിലും ഇവിടെ ഒരേ സമയമാണ്. അപ്പോൾ ചൂടൊന്നും അറിയുന്നില്ല, പക്ഷേ സൂര്യനുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. തണുപ്പ് തന്നെയാണ്. എത്ര പ്രായമായി കഴിഞ്ഞാലും എല്ലാവരുടെ മനസ്സിലും ഒരു കുട്ടിത്വം ഉണ്ടാവും എന്ന് പറയുന്നത് ശരിയാണ്. ഇവിടെ എത്രയോ പ്രായ ആളുകളാണ് ഇവിടെ വന്നിട്ട് ഐസ് മലയിൽ വന്നുകൊണ്ട് മഞ്ഞിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞു കളിച്ചും അവർ എൻജോയ് ചെയ്യാണ്. അവരുടെ മനസ്സിലുള്ള ആ ഒരു ഒളിഞ്ഞു കിടക്കുന്ന ഒരു കുട്ടിത്തം ചിലപ്പോൾ ഇവർ കൂട്ടുകാരുമായി ഒന്നിച്ചു വരുമ്പോൾ ഉണ്ടാകുന്നു. അതെല്ലാം പുറത്തേക്ക് വരുന്നൊരവസ്ഥയാണ്. തീർച്ചയായും എല്ലാവരുടെ മനസ്സിലും കുട്ടിത്തവും അതുപോലെയുള്ള വികൃതികളും ഒക്കെ ഉണ്ടാവും. അത് അവരവരുടേതായ കൂട്ടുകാരോടൊത്ത് ചേരുമ്പോൾ ഉണ്ടാവും അതൊക്കെ വെളിയിലേക്ക് വരിക. ഇപ്പൊ താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കൂടെയുള്ള നമ്മുടെ ഷാനവാസ്ക ശ്വാസം പിടി. ഷാനവാസ്ക പേടിയാവുന്നുണ്ടോ? നമ്മള് ഷാനവാസ്കയാണ് ഒന്നിച്ചുള്ളത്. അങ്ങനെ കൊണ്ട് നമ്മള് 3 ആള് വന്നിട്ടില്ലേ? ഇറങ്ങുമ്പോ 3 ആള് 2 ആളെ ഇവിടെ ഉള്ളു. എന്നിട്ട് ഇത്ര ഗ്യാപ്പ് ഇട്ടിട്ട് പോക്ക് ഉണ്ട് ഇല്ലേ? ഉണ്ടോ? അതാണ്ടൊക്കെ അല്ലാതെ മറ്റേത് പോയിന്നാരി ഇറങ്ങി ഒപ്പം വരലൊന്നും ഇല്ല. ഹായ് ഹായ് ഫ്രാൻഡ്. ഇതിന്റെ ആഴോ ഹൈറ്റും എങ്ങനെ ഈ വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ലല്ലോ. അത്രയും ഹൈറ്റിലാണ് നമ്മളുള്ളത്. ഇപ്പോൾ ആ താഴെ ബിൽഡിങ് കണ്ടാൽ മനസ്സിലാവും. കണ്ടോ, അത്രയും നല്ല ഹൈറ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. How are you? Good, good. കേബിൾ കാർ വഴി മഞ്ഞുമലയുടെ മുകളിലെത്തി എന്നത് തിരിച്ചു ഇറങ്ങി. അപ്പോൾ തൽക്കാലം ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.